ബ്യൂട്ടി. സോ ഇന്ന് ഞങ്ങളുടെ മണാലിയിൽ ഡേ 2 ആൻഡ് ലക്കിലി ഗൈസ് ഇവിടെ ഇച്ചിരി സ്നോഫോൾ ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് അത്രയും ക്ലിയർലി ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത്രയും ക്ലിയർലി തുള്ളി തുള്ളി വീഴുന്ന കാണാം. അത് മഴയല്ല, സ്നോഫോളാ. ഇവിടെ കുറച്ചുകൂടി കാണാൻ പറ്റുമായിരിക്കും. സ്നോ വീണോണ്ടിരിക്കുക ഇവിടെ. ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഡേ 2 വെച്ചാൽ ഞാൻ നിങ്ങളെ വീണ്ടും എവിടെയൊക്കെ പോകുന്നു അതെല്ലാം നിങ്ങളെ കാണിക്കാം. ആൻഡ് സോ നിങ്ങൾ വരുമ്പോൾ അക്കോർഡിംഗ്ലി പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഇപ്പം 8:30 സമയം അയക്കണേ. ക്യാബ്കാരൻ പറഞ്ഞാൽ ഞാൻ 9:30 വരാം, പക്ഷേ റിഹാനെ കൊണ്ട് 9:30 വരെ ഞാൻ റെഡി ആവത്തില്ല. സോ ഞാൻ ക്യാബ്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 10:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇന്ന് അങ്ങേര് പറഞ്ഞ് നമ്മൾ കുലു പോകുമെന്നാ. അതുപോലെ തന്നെ ഗൈസ് ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇവിടെ പാക്കേജ് ഇൻക്ലൂഡഡ് ഫസ്റ്റും നല്ല നമുക്ക് ഇവര് ചായ തരും. അതുപോലെ തന്നെ പോഹയുണ്ട്, പിന്നെ ഒരു കറിയും ചപ്പാത്തിയുണ്ട്, ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. നമ്മുടെ ചോയ്സ് എന്ത് വേണമെങ്കിലും എടുക്കാം. ഗൈസ് സോ ഞങ്ങളുടെ ഇന്നത്തെ 2ാമത്തെ ദിവസത്തിൻ്റെ ജേർണി സ്റ്റാർട്ട് ആയതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. 10:30 പറഞ്ഞാൽ കറക്റ്റ് 10:30 പുള്ളി വരും. സോ ഒത്തിരി പറഞ്ഞാൽ പങ്ക്ച്വലാ. ഞങ്ങളാ ലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനി 2ാമത്തെ ഡെയിലി ട്രിപ്പ് എവിടെയൊക്കെയാണ് ഞങ്ങൾ സ്ഥലം കവർ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അതുപോലെ കുറേ ഫ്രൂട്ട്സ് ഇവിടുത്തെ ഫേമസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കത് വാങ്ങിക്കാം. ഈ കടയിൽ കയറി ഈ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ച് അതുപോലെ ഇവിടെ ഒരു സാധനം പുതിയ ഇതും കിട്ടും. ഈ ബ്ലൂബെറിയും ഞങ്ങൾ വാങ്ങി. ഈ വ്യൂ നോക്ക്. ഇവിടെ എല്ലാം ഇവർ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഇവിടെ ചെയ്യുന്നത്. പൊതുവെ ഇത് റിവർ റാഫ്റ്റിംഗിൻ്റെ പോയിന്റാ. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഈ അമ്പലമുണ്ട്, ശ്രീ മഹാദേവി തീർത്ഥ് വൈഷ്ണു മാതാ മന്ദിർ കുല്ലൂലായത്. നമ്മളിപ്പം വന്നേക്കുന്ന കുല്ലൂല. ഇനി മോളിൽ ഞാൻ കയറുമ്പോൾ നിങ്ങൾക്ക് ഫെദർ കാണിക്കാം. അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ ചെറിയ സ്റ്റോളുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ തണുപ്പ് കാരണം കോഫി കുടിക്കാൻ വന്ന് ഇതാ നിങ്ങൾക്ക് അവിടെ കാണാം റിവർ റാഫ്റ്റിംഗ് ആൾക്കാർ ചെയ്യുന്നത്. റിഹാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനൊരു പേടി. പ്രൈസ് ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് ഇൻഫോം ചെയ്യാം. അതാ ഇവിടെ വെള്ളത്തിൻ്റെ അവിടെ ഇപ്പം ഇറങ്ങി വന്ന് അടിപൊളി സീനാ. ഇത് നിങ്ങൾ മിസ് ചെയ്യല്ലേ. നല്ല സീ ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ വെള്ളം നല്ല വെള്ളം. അടുത്ത സെക്കൻഡ് സ്പോട്ടാണിത്. വേറെ ഒരു മൊനാസ്ട്രിയാ. ഞാനെനിക്ക് ഡീറ്റെയിൽസ് അകത്ത് പോയി കാണിച്ചു തരാം. ഇവിടെ കൂടുതൽ അമ്പലങ്ങളും മൊനാസ്ട്രിയും പിന്നെ മെയിൻലി മനാലി ഫേമസ് വെച്ച റിവർ റാഫ്റ്റിങ്ങും അതൊക്കെ ചെയ്യാനാ. അഡ്വെഞ്ചേഴ്സ് കുറേ ഉണ്ട്, പാരാഗ്ലൈഡിങ്ങും അങ്ങനെയെല്ലാം. ഇതും അടിപൊളിയാ. മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടിയേ. പക്ഷേ ഇവിടെ ഈ മോങ്ക് എല്ലാവരും താമസിക്കുന്ന സ്ഥലമായത്. എല്ലാ അതുങ്ങളുടെ തുണിയും ഇതവിടെ ദൂരെ കുറേ പേരുണ്ട്, കണ്ടോ, അടിപൊളി. ഈ മോളിൽ നമുക്ക് പോകണം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടെങ്കിലേ ഈ മൊനാസ്ട്രിയിൽ ഈ മോങ്ക് ചെറിയ പിള്ളേരും ഉണ്ട്, മോങ്കൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ അവരെ പഠിപ്പിച്ചൊക്കെ എടുക്കുമായിരിക്കും എല്ലാം. ഇതാ ഇവിടെ ഒരു കേർട്ടൻ ഉണ്ട്. കേർട്ടൻ്റെ അകത്തിനാണ് നമുക്ക് പോകേണ്ടത്. അടിപൊളി. ഇവിടെ ഒത്തിരി സൈലൻസ് വെക്കണം. അടിപൊളി. മൊനാസ്ട്രിയുടെ പേര് ധാറ്റ്ഫോ ഷെഡ്രപ്ലിംഗ് മൊനാസ്ട്രി. അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇവർ മോങ്സിനെ എല്ലാം പഠിപ്പിച്ചെല്ലാം എടുക്കുന്ന ഇതാ. സോ അടിപൊളിയാണ്. ഇവിടെ വന്നാലും നിങ്ങൾ പോകണം. ഗൈസ് ഇതെല്ലാം ആപ്പിൾ ഗാർഡനാണ്. ഇപ്പം അത് എല്ലാം ഉണങ്ങിയൊക്കെ പോയിരിക്കുക. പക്ഷേ ജൂണൊക്കെ ആകുമ്പോൾ ഇതെല്ലാം പിടിച്ചിരിക്കും. എല്ലാം ആപ്പിൾ പ്ലാന്റേഷനാണ്. ഗൈസ് നമ്മളുടെ അടുത്ത ടൂറിസ്റ്റ് സ്പോട്ട് നഗർ ദ കാസിൽ. ഇത് പഴയ രാജാവിൻ്റെ എന്തോ ഇതാണാ പറഞ്ഞത്, കാസലാണാ പറഞ്ഞത്. ഇനി നോക്കാകത്ത് എന്തുവാ. ഇത് നമ്മളുടെ വേറെ ഒരു സെയിം നഗർ കാസിൽ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടാണ്. പഴയ രാജാവൊക്കെ താമസിച്ച സ്ഥലമാണ്. ഇപ്പോൾ അത് ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി. പിന്നെ ഇവിടെ ഹാൻഡ്ലൂംസ് ഒക്കെ കിട്ടും. ഗൈസ് ഇവിടെ സ്നോ കവേർഡ് മൗണ്ടൻസ് നിങ്ങൾക്ക് കാണാം.
കാസലിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇതെല്ലാം. എന്നിട്ട് ഇവിടെയാണ് നമ്മളുടെ കാസിൽ തുടങ്ങുന്നത്. 2 ഫ്ലോറായിട്ട്. ഇത് പഴയ രാജാവിൻ്റെ വീടായിരുന്നു. ഇപ്പോൾ ഇവർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കി. ഈ വർക്ക് എല്ലാം ബുദ്ധി അവർ ചെയ്തേക്കും. ഇത്രയും മൈന്യൂട്ട് കാസലിൽ തന്നെ ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട്. ഈ കാസലിൽ തന്നെ ഇത് ഡൈനിങ് ഏരിയ. കാസലിനകത്ത് തന്നെ ഒരു മ്യൂസിയം പോലത്തെ ഉണ്ട്. രാജാവിൻ്റെ കാലത്തെ പഴയ സാധനങ്ങൾ അവർ ഡിസ്പ്ലേക്കെല്ലാം വെച്ചിട്ടുണ്ട്. പഴയ ഇതിനൊക്കെ എന്തോ പറയാൻ എനിക്കറിയില്ല. കം ബേബി കം. കാസലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ തട്ടുകടയുണ്ട്. അവിടെ നിന്ന് ഞങ്ങളുണ്ടെങ്കിൽ ഇപ്പം അർണേട്ടൻ മാഗിയും ഞാൻ പിന്നെ മൊമോസ് ഓർഡർ ചെയ്ത് എന്നിട്ട് 2 ചായയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗൈസ് ഡയറ്റ് ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും നോക്കുന്നില്ല. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് ഡയറ്റ് നോക്കാം. പൊളി മൊമോസാ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ടേസ്റ്റ് ചെയ്യാം. അരുണേട്ടൻ മാഗി ഓർഡർ ചെയ്ത്. കൂടുതൽ ഈ കുലുവിലൊക്കെ ഉണ്ടെങ്കിൽ അമ്പലങ്ങളും പിന്നെ ഈ അഡ്വെഞ്ചർ ചെയ്യാനാണ് ആൾക്കാർ വരുന്നത്. അഡ്വെഞ്ചർ സ്പോർട്സ് ഉണ്ടല്ലോ, സിപ്പ് ലൈൻ, അതെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. വ്യൂ അല്ലേ. നിങ്ങൾ വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇവിടെ കുറേ സ്ഥലത്ത് നമുക്കിങ്ങനെ ഈ റിവറുടെ സൈഡിൽ ഹോട്ടലുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ചായ ഒക്കെ കയറി കുടിക്കണം. നല്ല വ്യൂ ആയിരിക്കും, നല്ല ഫോട്ടോസൊക്കെ കിട്ടും. ഗൈസ് ഹോട്ട് ബലൂൺ അഡ്വെഞ്ചറുടെ സ്ഥലം. ഗൈസ് ഫൈനലി ഞങ്ങളുടെ ഡേ 2 ഇന്ന് തീർന്ന്. ഞങ്ങൾ ബാക്ക് ഇപ്പം 4-4:30 ആയിട്ടുണ്ട് റൂമിൽ വന്ന്. സോ ഡേ 2 ബേസിക്കലി ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ ബേസിക്കലി ഇതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റാവുന്ന ഡേ 2 വെച്ചാൽ അഡ്വെഞ്ചർ, ഹോട്ട് ബലൂൺ എയർ അഡ്വെഞ്ചർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ റിവർ റാഫ്റ്റിംഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് റിഹാൻ കൂടെ ഉണ്ടായിരുന്നു. അവിടെ 10 ഇയേഴ്സിൻ്റെ മുകളിലെ പിള്ളേർക്ക് എക്സെപ്റ്റ് ചെയ്യും. അപ്പം ഞങ്ങൾക്ക് അഡ്വെഞ്ചേഴ്സ് ഒന്നും തന്നെ ട്രൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സോ ഞങ്ങൾക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഡേ 2 നിങ്ങൾ കൊല്ലു കറങ്ങിയിട്ട് നിങ്ങൾ ഇതൊക്കെ അഡ്വെഞ്ചറൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രിപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് ഡേ 2 ഐറ്റിനറി എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.